ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും യാമായി നറുമഞ്ഞുമി നിലാക്കുളിർ ഒന്നു ചേരും നേരമായി പനിനീരിൽ നനഞ്ഞ രാത്രിയെ പുലരിയിൽ പുൽകുമ്പോൾ வேதா வேதா சீக்கிரம் வாடி, உனக்கு ஒரு லெட்டர் இருக்கு. சற்று பொறுங்க அண்ணா, இதோ வந்துட்டேன். ஏன் கணேசண்ணா, எதுக்கு இவ்வளோ அவசரம்? நான் வந்துக்கிட்டு தான் இருக்கேன். நீங்கள் என்ன இவ்வளோ அவசரப்படுறேன்? ஏண்டி அம்மா, எனக்கு உனக்கு மட்டும்தான் லெட்டர் போட வேண்டியிருக்கும், இன்னும் நிறையா போட வேண்டியிருக்கும். இதோ இதை வாங்க. ஏறம்மா, பெங்களூர்லேருந்து ஸ்டெல்லான்னு போட்டிருக்குற. உனக்கு பெங்களூரில் ஃப்ரெண்ட்ஸ் இருக்கோ? ஆமாம் அண்ணா, அவன் என் கூட ப்ளஸ் டூவில் படித்தவராக இருக்கும். அவன்கிட்ட வேலை விஷயமா நான் அவன்கிட்ட ஃபோனில் பேசினேன். அதுக்கு பதில் தான் அவனை அனுப்பினேன்னு நினைக்கிறேன். சீக்கிரமாக வேலை கிடைச்சிடுவேண்ணா, எனக்கு நம்பிக்கை இருக்குது. பெருமா உன் கூட இருப்பேன், உனக்கு எப்போவுமே நல்லா தான் நடக்கும். சரிம்மா, நான் പോരെ. ഹായ് ആർമിസേ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഇൻട്രോ ഞാൻ തരാം. ഈ കഥയെക്കുറിച്ചുള്ള ഇൻട്രോ ആദ്യം തരാം. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുറി ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം അച്ഛൻ അപ്പുറത്തെ റൂമിലുണ്ട്, ടി വി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു വോയിസ് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡബിങ് എത്ര നല്ലതാവോ എന്നറിയില്ല, എങ്കിലും എന്നോട് ക്ഷമിക്കണം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും. പിന്നെ ഈ കഥയെക്കുറിച്ച് ഇൻട്രോ പറയുകയാണെങ്കിൽ, ഇവളുടെ പേരാണ് വേദ എന്നാണ് അവളുടെ പേര്. അവളൊരു അയ്യർ പെണ്ണാണ്. അയ്യരെന്ന് ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണ രീതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ വേദയ്ക്ക് അച്ഛനും അമ്മയില്ല. അവളുടെ കുഞ്ഞിലെ അവരെ മരിച്ചു പോയി. അവളെ എടുത്തു വളർത്തിയത് അവൾ അച്ഛൻ്റെ അനിയത്തിയുടെ ഭർത്താവുമാണ്. പക്ഷേ അവർക്ക് അവരുടേതായ കുടുംബജീവിതം ഉള്ളത് കാരണം ഇവളെ പഠിപ്പിക്കാൻ അധികം പറ്റിയൊന്നുമില്ല. അതുകൊണ്ട് വേദ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അവളുടെ ഒരു ഫ്രണ്ടിനെ കാണുന്നു. എന്നിട്ട് അവളുടെ ഫ്രണ്ടിനെ കണ്ട് ജോലിയുടെ കാര്യം പറയുന്നു. അപ്പം ജോലിയുടെ കാര്യത്തിന് വേണ്ടി അവളെ പറഞ്ഞതുകൊണ്ട് അവിടെ കൂട്ടുകാർക്ക് ലെറ്റർ അയച്ചേക്കാണ് ഒരു ജോലിയുടെ കാര്യത്തിന്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം തുടർന്ന് കാണുക. അറിയാവുന്ന രീതിയിലാണ് തമിഴ് കാച്ചേക്കുന്നത്, അതുകൊണ്ട് ക്ഷമിക്കുക. തമിഴ് അത്ര നല്ലതൊന്നുമല്ല ഞാൻ പറഞ്ഞ. அம்மா தாயே, உன் ஃப்ரெண்டுக்கிட்டே இருந்து லெட்டர் வந்திருக்கியா? என்ன வேலை கிடச்சிடுமா? என்னை நீ தப்பாக நினைக்கக்கூடாது கண்ணே. அப்படி மறுபடியும் ஆரம்பிச்சிட்டியா? பரவாயில்ல மாமா, நீங்கள் என்ன இவ்வளோ வளர்த்தேன்ல, உங்களால் முடிஞ்ச வரைக்கும் என்னை படிப்பிச்சிட்டு இல்லையா, அது போதும். இனிமேல் நான் உங்களை கஷ்டப்பட்ட விரும்பல. அதான் இப்படி அவகிட்ட லெட்டர் வந்திருக்கு. பெங்களூரில் தான் அவள் இருக்கா. அங்கே ஒரு கம்பெனியில் எனக்கு ஒரு வேலை அவள் சரியாக பண்ணாக்கேன்னு சொன்னேன். அதனால் நான் இன்றைக்கி ஈவினிங்கே ட்ரெயின்லேயே போனோம். காலையில் அங்கே செல்லணும்னு அவள் கத்தில் எழுதியிருக்கேன். அட்ரஸும் கொடுத்துருக்கேன். நான் சீக்கிரமாக போகணும். நீங்கள் என்னை ஆசீர்வாதம் பண்ணுங்க. எப்போவுமே உங்களுக்கும் எங்களுக்கும் எல்லாருக்குமே நல்லா தான் நடக்கும் மாமா. நான் கிளம்புறேன், போக ரெடி பண்ணட்டுமா? உன்னோட நல்ல மனசுக்கு எப்போவுமே நல்லா தான் நடக்கும்மா. என்ன இருந்தாலும் வேலை கிடச்சிருக்குல்ல, அதுவே போதும். தைரியமாக இருக்கணும், உன்னால் முடியும். சான்ஸ் ராணி மாதிரி இருக்கணும். சரி, அங்கே போனதுக்கப்புறம் கால் பண்ணுமா, கடிதம் போடு, தினமும் கூப்பிடு. சரிம்மா, போட்டு வாணி. 이름은 버려 Mr. Rover, Rover, Rover. I'm coming over, over, over. Call me Rover, Rover, Rover. I'm coming over. രുദ്ര, താൻ ഈ ഷൂട്ടിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞാൻ വിചാരിച്ചോട്ടെ? ആവറേജ്. വാട്ട്? I say average. That's it. Okay guys, ഞാൻ പോകുന്നു. Continue your shoot. How can you say me average? What the f... ജാക്സൺ. യെസ് സർ, പറയൂ. അവളിവിടെ വന്നിട്ടില്ലേ? എത്രയും പെട്ടെന്ന് തന്നെ വന്ന് കാണാൻ പറ.
അത്യാവശ്യമാണ്. ഓക്കെ സാർ, സ്റ്റെല്ലയോട് ഞാൻ വരാൻ പറയാം. മേ കമിൻ സർ? യെസ് കമ്മിങ്. സ്റ്റെല്ല, എനിക്ക് തൻ്റെ ഒരു ഹെൽപ്പ് വേണം. പറഞ്ഞോളൂ സാർ, എന്ത് ഹെൽപ്പ് വേണേലും ഞാൻ ചെയ്തുതരാം. ആ എടി സ്റ്റെല്ല, ഓഫീസിൽ ഇരിക്കുമെങ്കിലും നീ എന്നെ സാറെന്ന് വിളിക്കേണ്ട. നമ്മൾ മാത്രമുള്ളപ്പം നീ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. പുറത്ത് പോകുമ്പം സാറിന് വിളിച്ചോ, അകത്തിരിക്കുമ്പം നീ എന്നെ രുദ്രാന്ന് വിളിച്ചാൽ മതി. അതാണ് എനിക്കിഷ്ടം. എന്നാ പറ മോനെ രുദ്ര, എന്താണ് ആവശ്യം? ഞങ്ങളുടെ പുതിയ നാഗമടൻ ജ്വല്ലറി ഇല്ലേ, ആ ജ്വല്ലറിയുടെ പരസ്യത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയെ വേണം. അതെന്തിനാ ഒരു പെൺകുട്ടിയെ നോക്കുന്നേ? വല്ല ഫിലിം സ്റ്റാറോ അല്ലെങ്കിൽ ലിസയെ എങ്ങനെ വിളിച്ചാൽ പറയും? ഫിലിം സ്റ്റാർ ഒന്നും വേണ്ട, പ്രത്യേകിച്ച് ലീസ. അവളെ ശരിയാവില്ല. ഞാൻ മനസ്സുദിക്കുന്ന പെൺകുട്ടി ഒരു നാടൻ ലുക്കിലുള്ള പെൺകുട്ടിയാണ്. തനി നാടൻ രീതി അങ്ങനെയുള്ളൊരു പെൺകൊച്ചിനെ വേണം കിട്ടാൻ. എന്താ വല്ല വഴിയുണ്ടോ? നാടൻ ലുക്കിലുള്ള പെൺകുട്ടികളുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാൻ നിനക്ക് 10 മിനിറ്റ് തരാം. 10 മിനിറ്റാ? ആ അത്രയൊക്കെ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും തരാൻ പറ്റില്ല. പെട്ടെന്ന് ആലോചിച്ചിട്ട് പറ. നീ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് ആലോചിക്കട്ടെ. നാടൻ ലുക്കിലുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഒരാളുണ്ട്. എടാ, പാലക്കാട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. അവൾക്ക് ഒരു ജോലി വേണമെന്ന് പറഞ്ഞു. അവൾ തന്നെ നാടൻ ലുക്ക്, ഒരു നായർ പെൺകുട്ടിയാണ്. അവളുടെ പേര് വേദ വെങ്കിട്ട്. അവൾ മതി നിനക്ക്? നീ അവിടെ ഫോട്ടോ ഉണ്ടെന്ന് കാണിച്ചേ. അവളുടെ ഫോട്ടോ ഒരു മിനിറ്റ് നോക്കട്ടെ എൻ്റെ കയ്യിലുണ്ടോന്നേ. എന്നാ വാവ്, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. വേദ വെങ്കട്ട്. ഓക്കെ, ഈ കുട്ടിയെ ഫിക്സ് ചെയ്തോളൂ. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ ഇങ്ങോട്ട് വരാൻ പറയാം. ആർ യു ഷുവർ രുദ്ര? യെസ്, ഐ ആം 100% ഷുവർ. ഷീസ് അപ്സരസ് എന്നൊക്കെ കേട്ടില്ലേ, അതുപോലെയുണ്ട്. അത്രയും സുന്ദരിയാണ് അവൾ. രുദ്ര, ആ ഈ കുട്ടി തന്നെ മതി, നന്നായിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞ, വേറൊന്നുമില്ല. ശരി രുദ്ര, അവളോട് വരാൻ ഞാൻ പറയാം. ഒരു കത്തായിട്ടാ നോക്കുന്നുണ്ട്. അവിടെ ഫോണൊന്നും വർക്ക് ചെയ്യത്തില്ല. ഫോൺ വർക്ക് ചെയ്തിട്ട് റേഞ്ച് ഉണ്ടാകത്തില്ല. കാര്യമായിട്ട് സംസാരിക്കണമെന്ന് ലക്ഷ്യമിടുന്ന നല്ലത്. അതാകുമ്പോൾ അവൾക്ക് അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. വിത്തിൻ 1 വീക്കിനുള്ളിൽ വേദ വെങ്കിട്ട് ഇവിടെ രുദ്രൻ്റെ കമ്പനിയുടെ ക്യാബിനിൽ വന്നിരിക്കും. താങ്ക്സ് ഡി. അങ്ങനെ വേദ ബാംഗ്ലൂർ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നു. വേദയെ കാത്ത് സ്റ്റെല്ല അവിടെ ഉണ്ടായിരുന്നു. സ്റ്റെല്ല വേദയെ കണ്ടു. വേദയും കുട്ടി സ്റ്റെല്ലയുടെ ഫ്ലാറ്റിലോട്ട് പോയി. അവിടെ ചെന്ന്, ശരി നീ യാത്രയെല്ലാം കഴിഞ്ഞ് വന്നാലേ, പോയി ഒന്ന് കുളിക്ക്, ഫ്രഷാണ്. അപ്പോഴേക്കും ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ഇപ്പോൾ കുളിച്ചിട്ട് ഫ്രഷായിട്ട് വരുമ്പോൾ ഫുഡ് റെഡിയാവും. അപ്പോൾ നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. കഴിച്ചു കഴിഞ്ഞ ശേഷം വിശേഷങ്ങൾ പറയാം. ശരി, നീ പോയി കുളിച്ചിട്ട് വാ. ശേഷം വേദ കുളിക്കുവാനും സ്റ്റെല്ല അടുക്കളയിലേക്കും പോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം, എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖമായിരുന്നു? கொஞ்சம் கஷ்டமாக எடுத்து ரொம்ப தூரம் இல்லவா இருந்து தானே வந்தேன், அதான் கொஞ்சம் கஷ்டம். இப்போ இருக்க பரவாயில்ல, நான் பிரச்சனையில சாப்பிட்டேன், இப்போ சூப்பராக இருக்கு. ஆமாம், നീ വേലയെ പറ്റി சொல்லவே இல்லையே? ശരി, ഞാൻ നിന്റെ ജോലിയെക്കുറിച്ചൊക്കെ പറയാം. പക്ഷെ അത് കേട്ട് കഴിയും നീ എന്നെ ചാടിക്കടിക്കാൻ വന്നേക്കരുത്. ഞാൻ ഒത്തിരി ജോലി നോക്കി, പക്ഷെ ഇപ്പം അത്യാവശ്യമായിട്ട് ഈ ഒരൊറ്റ ജോലി മാത്രമേ ഉണ്ടാവുള്ളൂ. ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മോഡലായി നീ ഒന്ന് ആക്ട് ചെയ്യണം. മോഡലാ? அப்படின்னா இந்த குட்டி குட்டி ட்ரெஸ்ஸை போட்டு நடக்கணுமா? ஐயோ சாமி, என்னால் முடியாது. ஏன்டி, இதுதானே நீ எனக்காக பார்த்த வேலை? என்னடி, நான் உனக்கு என்ன துரோகம் பண்ணேன்? எதுக்காக என்னை இப்படியெல்லாம் பழி வாங்கின? ഏണ്ടി? ഓ തുടങ്ങി, കരഞ്ഞു. എടി കരഞ്ഞു? നീ ഇങ്ങനെ കിടന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. മോഡൽ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഡ്രസ്സിൽ നിന്നൊന്നുമല്ല, വേറെ ഉണ്ട്. നീ ഇപ്പം ഒരു പരസ്യ ചിത്രത്തെ അഭിനയിക്കണം. പരസ്യം എന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ പരസ്യം. ഞങ്ങളുടെ CEO ഇല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു കടയുണ്ട്. അദ്ദേഹത്തിന് ഒത്തിരിയേറെ കമ്പനികളും ബിസിനസ്സും ഒക്കെ ഉണ്ട്. അതിൽ പെട്ടതാണ് ഒരു സ്വർണ്ണക്കട. അതിൻ്റെ പരസ്യത്തിനായിട്ട് ഒരു മോഡലിന് ആവശ്യമുണ്ട്. അയാൾ ഉദ്ദേശിക്കുന്ന ഒരു നാട്ടിൻപുറത്തുകാരി പെൺകൊച്ചിനെയാണ്. അതിന് നീ കറക്റ്റാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് നിൻ്റെ പേര് പറഞ്ഞത്. നിൻ്റെ ഫോട്ടോ അയാളെ കാണിച്ചു. അയാൾക്ക് 100% സമ്മതമാണ്. അപ്പോൾ എന്തായാലും നിനക്ക് ഇത് മാത്രമേ ഒരു
ജസ്റ്റ് ഒന്ന് ചെയ്യടി. അങ്ങനെ വെച്ചാൽ ഒറ്റ തവണ മാത്രം നീ ചെയ്താൽ മതി. വീണ്ടും നീ ഇങ്ങനെ മോഡലായിട്ട് അഭിനയിക്കണമെന്നൊന്നുമില്ല. പ്ലീസ് അടി, ഒന്ന് സമ്മതിക്കുക. ஜூலை ஆர்ட்ஸ் தான் சொல்கிறியா? நான் பார்த்துருக்கேன். இந்த டிவியில் மாசிகைகளுக்கு நான் பார்த்துருக்கேன். அப்படியா? சொன்னெல்லாம் போட்டுக்கிட்டு அப்படியே நின்று ஃபோட்டோ எடுக்கணுமே? பரவாயில்லையே, இது நல்லா இருக்கே. சரி, அதுக்குன்னா நான் ஓகே சொல்கிறேன். ஆனால் மற்றது மாதிரி குட்டி குட்டி ட்ரெஸ் எல்லாம் நான் போட மாட்டேன். ஆமாம், சொல்லிக்கோ. ഓ താങ്ക്സ് ഡി. നീ സമ്മതിക്കുമല്ലോ എന്ന് പേടിച്ചിരുന്നു. എന്തായാലും നീ ഇപ്പം തന്നെ ബോസിനെ വിളിച്ച് കാര്യം പറയാം. നാളെ നമുക്ക് ഓഫീസിലോട്ട് പോകാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും നീ സമ്മതിച്ചോളൂ. താങ്ക്സ് മോളെ. നീ ഒരൊറ്റ തവണ മാത്രമേ ചെയ്താൽ മതി, ബാക്കി കാര്യം ഞാനായിട്ട്. നീ ഒന്നിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഹലോ രുദ്ര, എടാ വേദ വന്നിട്ടുണ്ട്. നാളെ ഞങ്ങൾ ഓഫീസിലോട്ട് വരാം. ബാക്കി കാര്യങ്ങൾ നീ അവിടെ വെച്ച് തീരുമാനിച്ചാൽ മതി. ഹലോ സ്റ്റെല്ല, ഞാൻ പറയണേ കേൾക്ക്. എടി, എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ കാര്യങ്ങളെല്ലാം വിനുവിനെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഷൂട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്നുള്ളതെല്ലാം വിനുവിനെ പറഞ്ഞ് നല്ല മനസ്സിലാക്കിയിട്ടുണ്ട്. നീ അവൻ്റെ കൂടെ നിന്ന് സഹായിച്ചാൽ മാത്രം മതി. അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. ഇതങ്ങനെ നോ പറയാൻ പറ്റുന്നൊരു കേസല്ല. അതുകൊണ്ടാണ് എനിക്കും ഷൂട്ടിങ്ങിന് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റത്തില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ്. നീ ഒരു കാര്യം ചെയ്യും, അവനെയും കൂട്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എല്ലാം റെഡിയാക്കി. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്യുമെന്നുള്ളത്. ഓക്കെ, വേറെ ഒന്നും പറയണേ. എനിക്ക് ഫ്ലൈറ്റിന് സമയം. ബാക്കിയെല്ലാം ഞാൻ വന്നിട്ട് സംസാരിച്ചോ. ഓക്കെ, ബൈ. ഇവനെന്ത് പണിയാ കാണിച്ചത്? ഓ, ഇനി ആ മാക്കാനെ വിളിക്കണം വേണേ. അവനിപ്പോ ഏത് കോലത്തിലാന്ന് ആർക്കറിയാം. എന്തായാലും വിളിച്ചേക്കാം. എന്താണെന്ന് അറിയാലോ. എന്താടാ വിളിച്ചു കിടക്കാൻ എത്ര താമസിക്കാം? എൻ്റെ പൊന്നേടി, ഞാൻ ബാത്റൂമിലായിരുന്നു. എനിക്കൊന്നും പോകാൻ പോലും പറ്റൂലേ. ശരി ശരി, അതൊക്കെ ധ്രുവ നിന്നെ വിളിച്ചു വരാൻ പറഞ്ഞു. അവൻ എന്നെ വിളിച്ചു പറഞ്ഞു അവന് വരാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ ആ കുട്ടിയായിട്ട് നേരെ നമുക്ക് രാവിലെ ഔട്ട്സൈഡ് ഷൂട്ട് എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റുഡിയോ ഷൂട്ട് എടുത്താൽ മതി. അതെന്താണ് അങ്ങനെ? ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. നീ എൻ്റെ കൂടെ വന്നാൽ മതി. കുളമാക്കി കൈ തരുത്. രുദ്രയുടെ കാര്യം എനിക്കറിയാലോ, അവൻ വലിച്ചു കയറും. പൊന്നു മോളെ, ഈ വിനുവിനെ കുറിച്ച് നീ എന്നെ വിചാരിച്ചിരിക്കുന്നത്? നീ കലക്കത്തില്ലേ? നീ അതോർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. നാളെ നീ ആ കുട്ടിയും കൂട്ടി ഞാൻ അവിടെ അഡ്രസ് ഇട്ട് തരാം. ആ അഡ്രസ്സിലോട്ട് വന്നാൽ മതി. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് ഡാർലിംഗ്. ഓ, വേണ്ടിയിരുന്നില്ല. വീണു, ഇത് സ്വർണ്ണാഭരണങ്ങളുടെ ഷൂട്ടിങ്, അല്ലാതെ കുളിസീനല്ല. റെഡി, എനിക്കറിയാം. നീ മിണ്ടാതിരി. ഞാനെല്ലാം റെഡി ആയിക്കൊണ്ട്. അപ്പോൾ ഗായ്സ് റെഡി അല്ലേ? ഓക്കെ, ഷൂട്ട് തുടങ്ങാം. ഓക്കെ, ആക്ഷൻ. അങ്ങനെ കുറച്ച് പിണക്കങ്ങളുമായി ഷൂട്ടിങ് നല്ല രീതിയിൽ പോകുന്നു. അവസാനം ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം അവരെല്ലാം തിരിച്ച് ഓഫീസിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ഡേ. മക്കളെ, സോറിടാ, ദേഷ്യപ്പെടരുത്. നമ്മുടെ കമ്പനിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വർക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി എനിക്ക് ഡൽഹി വരെ പോകേണ്ടി വന്നു. പെട്ടെന്നുള്ള യാത്രയായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ആർട്സൊക്കെ എങ്ങനെ? നന്നായിട്ടില്ലേ? ഷൂട്ടൊക്കെ സൂപ്പറായില്ലേ? എന്താടാ കാര്യം പറ. ലിസ ഇച്ചിരി വിഷയമായിരുന്നു. കാരണം അവളുടെ കാര്യം വിടും. എന്തായാലും ഷൂട്ട് നന്നായില്ലേ? എന്തേ പരസ്യം എന്നൊന്ന് കാണിച്ചേ, ഞാനൊന്ന് കാണട്ടടാ. ഓക്കേടാ, ഇതാ ഇതാ. നാഗപടൻ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, സുവർണശേഖരം. വാവ്, എക്സലന്റ്. വിനു, നിനക്ക് ഇത്രയും കഴിവൊക്കെ ഉണ്ടോ? ഇതൊക്കെ എന്ത്? എന്തായാലും നന്നായിട്ടുണ്ടടാ. വളരെ വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്റ്റെല്ല, നിനക്കും കൂടെ പറഞ്ഞു. നല്ല എന്താ പറയാനില്ല. ഇത്
ഈ പരസ്യമുണ്ടല്ലോ നമ്മുടെ ബിസിനസ്സിനെ വേറെ എവിടെയോ കൊണ്ടുപോകും. നീ നോക്കിയോ? അല്ല, ഈ കുട്ടി ദേവ എങ്കിൽ എവിടെ? ഓ, അവൾക്ക് ദേഹത്ത് നല്ല വേലാളിയൊക്കെ ഷൊട്ടും അതൊക്കെ ആയിട്ട് ഒത്തിരി ഇടുന്നല്ലേ. തിരെ വയ്യടാ, പനിയായിട്ടിരിക്കുക. ഓ, സോറി ഡി, എനിക്കിപ്പോൾ കൊച്ചിനെ കാണാൻ പറ്റില്ല. ഇച്ചിരി തിരക്കില്ല. മുത്തശ്ശൻ വരുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ വരുന്നുണ്ട്, അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടാവും. പിന്നെ അത് കാരണം കുറച്ച് തിരക്കുക. ഞാൻ വേറെ ദിവസം വന്നാൽ കൊണ്ടു കണ്ടോളാം കേട്ടോടാ. ഓക്കേടാ, നീ നിന്റെ സൗകര്യം പോലെ വന്ന് കണ്ടാൽ മതി. ഓക്കെ ഡി, ബൈ. എടാ വിനു, ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ അവിടെ കാണത്തില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ വേണം ഈ ബിസിനസ്സൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി. അച്ഛനും അമ്മയും വന്നിട്ടുണ്ടല്ലേ? ഓ, നിൻ്റെ ആ ഓടി ചിരിയിൽ തന്നെ നിൻ്റെ എല്ലാം അങ്ങ് പോയി. ഇന്ന് മുത്തശ്ശൻ വരും, കല്യാണക്കാരാണ്. എത്ര നാളായി നിനക്കൊന്ന് കെട്ടിക്കൂടെ? എൻ്റെ പൊന്നും മോളെ, എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി ഞാൻ കാണും, അവളെയും ഞാൻ വിവാഹം കഴിക്കൂ. പൊന്നു മോനെ, നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അതെ, ഇന്നെങ്ങനും കിട്ടുമോ? മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി വേണ്ടടാ. ഇനി ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും കാര്യമില്ല. മുത്തശ്ശേണ്ട ഉറപ്പിച്ചു മേട്ടാ. ഇനി അവസാനം അവർ പറയുന്ന പെൺകൊച്ചിനെ കെട്ടിട്ട് വരുമായിരിക്കും. എങ്കിൽ ആ കുട്ടിയെ കെട്ടടാ, കല്യാണം കഴിഞ്ഞ് പ്രേമിക്കും. ചിലപ്പം നീ കെട്ടാൻ പോണ പെൺകൊച്ചും നിന്റെ ഐഡിയക്ക് പറ്റിയ പെൺകൊച്ചാണെന്ന് ആർക്കറിയാം. കാണാം. എനിവേ, ഗുഡ് ജോബ് നിനക്കും ഇവനും, പിന്നെ ആ കുട്ടിക്കും കൂടെ. ഓക്കെടാ, ശരിയെന്നാ. ഇതേ സമയം മറ്റൊരിടത്ത് വേദ ടാബ്ലറ്റ്സ് കഴിക്കാനായി ബോക്സ് തുറന്നപ്പോൾ അതിൽ ടാബ്ലറ്റ്സ് തീർന്നിരുന്നു. അവളത് വാങ്ങുവാനായി പുറത്തോട്ട് പോയി. ഇതേ സമയം രുദ്രയുടെ മുത്തച്ഛൻ രുദ്രയെ കാണുവാൻ വേണ്ടി വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു. വരുന്ന വഴി അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥതയുണ്ടായി. ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി. ഇതേ സമയം വേദ മെഡിക്കൽ ഷോപ്പിലോട്ട് കയറി. പുറത്തോട്ടിറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം ആ മുത്തശ്ശൻ വേദയെ വിളിച്ചു. என்ன தாத்தா, என்ன வேணும்? உங்களுக்கு ஏதாவது அவசியம் இருக்கா? ഓ, തമിഴോ മോളെ, എനിക്ക് ഈ ഷുഗറിൻ്റെ ഗുളിക ഒന്ന് വാങ്ങിച്ചു തരുമോ? എനിക്ക് തീരെ വയ്യ, പുറത്തിട്ടിറങ്ങാനും പറ്റുന്നില്ല. അതുകൊണ്ട് മോൾക്ക് ബുദ്ധിമുട്ടില്ലാതെ. எதுக்கு தாத்தா? அதுக்கெல்லாம் பரவாயில்ல, நான் வாங்கித்தரேன். நீங்கள் குக்கரை எவ்வளோ வேணும்? ഒരു മാസത്തേക്കുള്ള ഗുളിക മതി മോനെ. ഓക്കെ, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? மலையாளம் புரியும் தாத்தா, ஆனால் பேசத்தான் வரல. பரவாயில்ல, நான் பார்த்துக்கிறேன். நீங்கள் இங்கே உட்காரு, நான் போய் வாங்கிட்டு வரேன். അങ്ങനെ വേദ മുത്തശ്ശിന് വേണ്ടിയുള്ള ഗുളികയെല്ലാം വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ട് കൊടുത്തു. അപ്പോൾ വേദ, தாத்தா இதோ பாரு, இதுதானே கட்டு. இதோ உங்களுக்கு ஒரு மாதத்துக்கு சாப்பிட வேண்டிய டேப்லெட்ஸ் இருக்கு. சாப்பிட்டு உடம்பு பார்த்துக்கோ. മോളെ ഒന്ന് നിൽക്കൂ, നിന്റെ പേരൊന്ന് പറയാമോ? என் பேர் வேதா தாத்தா. ஆமாம் தாத்தா, உங்கள் பேர் என்ன? എൻ പേര് രാജേന്ദ്രൻ. சரி தாத்தா, நான் ஞாபகம் வச்சுக்கிறேன். ഞാനും നിന്നെ ஞாபகம் வச்சிருக்கிறேன். தாத்தா, உங்களுக்கு தமிழ் தெரியுமா? இது கொஞ்சம் கொஞ்சம் தெரியும், ஆனால் ரொம்ப நல்லா தெரியும். சரி தாத்தா, பார்க்கலாம். சரிம்மா. രണ്ടാളും എന്ത് തീരുമാനിച്ചു? ഞാൻ പറഞ്ഞ കാര്യത്തിൽ വല്ലതും ഉണ്ടാവുമോ? അച്ഛാ, എത്രയും പെട്ടെന്ന് നടക്കും. ഇനി അവനിങ്ങനെ വിടാൻ ഉദ്ദേശമില്ല. അതെ അച്ഛാ, ഇനി അവൻ്റെ ഈ കുട്ടികളൊന്നും നടക്കത്തില്ല. ഉടനെ തന്നെ അവനെ കല്യാണം കഴിപ്പിച്ചിടും. അവനൊന്ന് വരട്ടെ. ആ, ഇതാ വന്നല്ലോ എൻ്റെ സീമന്തപുത്രൻ. രുദ്രൻ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു. കയറി വന്നപ്പോൾ ഹാളിലായി അച്ഛനും അമ്മയും മുത്തശ്ശനും നിൽക്കുന്നത് കണ്ടു. അപ്പോൾ രുദ്രൻ അവരോട്, ആഹാ, ഇത് ആരൊക്കെ? നാഗമഠം തറവാട്ടിലെ തമ്പ്രാനും തമ്പുരാട്ടി എല്ലാവരും ഉണ്ടല്ലോ. കാര്യമായി എന്തോ തീരുമാനമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ തീരുമാനം എൻ്റെ കല്യാണത്തെക്കുറിച്ചാണെന്നും മനസ്സിലായി. ഇനി മുഖവരവില്ലാതെ ഞാൻ അതിനുള്ള മറുപടി തരാം. കല്യാണം ഉടനെ തന്നെ വേണമെന്ന് നിർബന്ധമാണോ? ഡേ രുദ്ര, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. ഇനി പറ്റില്ല, കുറേ നാൾ നീ ഞങ്ങളെ പറ്റിക്കുന്നു. ഇനി എന്തായാലും ഞങ്ങൾ 3 പേരും ഉറപ്പിച്ചു, ഉടനെ തന്നെ നിന്റെ കല്യാണം നടത്തും. പെൺകൊച്ചോ? ഓ, ആയിക്കോട്ടെ, എന്താണെന്ന് വെച്ച് ചെയ്തു. എനിക്ക് സമ്മതം. പോരെ? ആ അമ്മ, നിങ്ങൾ തീരുമാനിച്ചു. കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. പോരെ? അതേടെ ഭാര്യയെ എൻ്റെ പൊന്നാരനിയൻ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു.
ഹോ, ഇനി ചത്താലും വേണ്ടില്ല. അങ്ങനെ അത് നടക്കാൻ പോവാണല്ലോ. അങ്ങനെ നിനക്കും ഇവിടെ കൂട്ടുവരാൻ പോവാ. എൻ്റെ പ്രിയക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ? സന്തോഷമായി ഏട്ടാ.